കോഴിക്കോട്ടെ ആനപ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഉത്സവത്തിന് ഇനി ആനയില്ലെന്ന വിഷമം വേണ്ട. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി എത്തിച്ചത് ഒരു റോബോട്ടിക് ഗജവീരനെയാണ്. കാരപ്പറമ്പ് നെല്ലിക്കാവ് ക്ഷേത്രത്തിലെ വരവാഘോഷ ചടങ്ങിനാണ് റോബോട്ടിക് ഗജവീരൻ എത്തിയത്. ആനയെ എഴുന്നള്ളിക്കരുതെന്ന നിബന്ധന നിലനിൽക്കുന്ന സാഹചര്യത്തിലും ആർക്കും പരാതികളൊന്നുമില്ലാതെയാണ് ക്ഷേത്ര ഭാരവാഹികൾ റോബോട്ട് ആനയെ എത്തിച്ചത്. നെറ്റിപ്പട്ടവും മുത്തുക്കുടയും ചൂടി തലയെടുപ്പോടെ നിൽക്കുകയാണ് പഴങ്കോട് പൂരം ശ്രീമുരുകൻ. കുഞ്ഞുങ്ങൾക്ക് ആനയെന്നും കൗതുകം തന്നെയാണ്. തൊട്ടുനോക്കിയും തുമ്പിക്കൈയിൽ തലോടിയും ആനപ്രേമികൾ. ചലിക്കുന്ന കണ്ണുകളും ചെവിയും തുമ്പിക്കൈയും വാലും. ഒറിജിനൽ ആനയെ പോലും വെല്ലുന്ന തരത്തിലാണ് റോബോട്ടിക് ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ജീവനുള്ള, പറഞ്ഞാൽ അനുസരണശീലമുള്ള ഗജവീരൻ തന്നെ. ഒറിജിനൽ അല്ലെങ്കിൽ പോലും കാണികളിൽ കൗതുകമുണർത്തുന്ന കാഴ്ച തന്നെയാണ്. ചെറുപ്പക്കാരിൽ വളർന്ന ആശയം മുതിർന്നവർ സ്വീകരിക്കാനും മടിച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് നിരോധനാജ്ഞ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്തമായൊരു ശൈലിയിലാണ് ആനയെ എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ട് ജീവനുള്ള ആനയെ എഴുന്നള്ളിക്കാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ആനയാണ് ഇപ്പോൾ എഴുന്നള്ളിക്കുന്നത്. അത് തുറന്നു പറയുന്നതിന് യാതൊരു സംശയമില്ല. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നിനും നമ്മൾ ഉപദ്രവിക്കരുത്. കരിയും കരിമരുന്നും ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ പ്രാവർത്തികമാക്കുകയാണ്. ആന ആചാരത്തിന് നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. ഭാഗമാണോ അല്ലേ എന്നുള്ളത് അത് ഓരോരുത്തരുടെ താല്പര്യവും ആ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നോക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അനിവാര്യമല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് ആദ്യത്തെ ചുവട് വെച്ചത്. അത് ഇവിടുത്തെ ചെറുപ്പക്കാർ ആശയമാണത്. അവർ ആലോചിച്ചു ഇതിനെന്താണ് ഒരു പരിഹാരം. തൽക്കാലം അങ്ങനെ റോബോട്ടിക് ആനയായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങിയതാണ്. ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കിക്കൊണ്ടാണ് പരിപാടി അരങ്ങേറുന്നതെങ്കിലും ഉത്സവത്തിന്റെ മാറ്റം ഒട്ടും കുറയാതെ തന്നെയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. ആനപ്പുറത്തിരിക്കുന്നവർക്ക് ആന ഇടയുമെന്ന പേടി വേണ്ട. തുമ്പിക്കൈയും തലയും വാലും ചെവിയും ചലിപ്പിക്കുന്നതിനായി ഘടിപ്പിച്ചിട്ടുള്ള ബാറ്ററി ആളുകൾക്ക് വൈദ്യുതാഘാതം ഏൽക്കാത്ത വിധത്തിലാണ് റോബോട്ട് ആനയുടെ ഉള്ളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഇനി ഉത്സവങ്ങളുടെ മാറ്റു കുറയാതെ തന്നെ ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിച്ച് പരിപാടി കളറാക്കാം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.